ഹായ് ഓൾ, ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കാപ്രിക്കോൺ ക്യാഷ് എന്ന പോർട്ടലാണ്. നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോർട്ടലാണ് കാപ്രിക്കോൺ ക്യാഷ്. ഇത് ഏജൻസി ലോഗിൻ ആയിട്ടാണ് നിങ്ങൾക്ക് അനുവദിക്കപ്പെടുന്നത്. അതിനായി നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് എയ്സ് നെക്സസുമായി സഹകരിച്ച് നിങ്ങളൊരു യൂസർ ഐ ഡി പാസ്വേഡ് വാങ്ങിക്കേണ്ടതാണ്. യൂസർ ഐ ഡി പാസ്വേഡ് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പോർട്ടലിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റൂ. മറ്റുള്ള സംവിധാനങ്ങളെ അപേക്ഷിച്ച് DSC നിലവിലുള്ള സംവിധാനങ്ങളെ അപേക്ഷിച്ച് ബയോമെട്രിക് സംവിധാനത്തിലൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകാൻ പറ്റും എന്നുള്ളതാണ് കാപ്രിക്കോൺ പോർട്ടലിന്റെ സവിശേഷത. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ വേറെ ഡോക്യുമെന്റേഷൻ ഒന്നും ഇല്ലാതെ KYC വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുക്കാം. അതും മറ്റ് പോർട്ടലുകളിൽ ലഭ്യമായതിനേക്കാളും വളരെ കുറഞ്ഞ ചാർജിലാണെന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഏജൻസി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് തന്നെ നിങ്ങളുടെ വാലറ്റിൽ ലോഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ആദ്യമായി സ്റ്റോക്ക് 2000 രൂപയുടെ സ്റ്റോക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. അതിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പേയ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ലഭിച്ചിരിക്കുന്ന യൂസർ ID പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ലോഗിൻ ചെയ്ത് ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് പാസ്വേഡ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഫോർഗെറ്റൻ പാസ്വേഡ് ഓപ്ഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മെയിലിലേക്ക് പാസ്വേഡ് ലഭിക്കാവുന്നതാണ്. അതിനുള്ള സംവിധാനമുണ്ട്. ഇതാണ് നിങ്ങളുടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ഹോം പേജ് ലഭിക്കുന്നത്. നിങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരാം. പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ഇതിന് മുകളിലായിട്ട് ഇവിടെ കാണാം. ഈ പേരിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കംപ്ലീറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നോക്കുക, നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഓർഡർ ലിമിറ്റ് എന്ന് കാണാം. ഈ ഓർഡർ ലിമിറ്റ് ആണ് നിങ്ങളുടെ വാലറ്റ് ബാലൻസ്. ഇതിലിപ്പോൾ 500 രൂപയാണുള്ളത്. ഈ 500 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, TSC ബിസിനസ് ചെയ്യാവുന്നതാണ്. ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ വില നിങ്ങളുടെ പ്രൈസ് ടാഗിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നമുക്ക് നോക്കാം. പ്രൈസസ് എന്നുള്ള ഭാഗത്താണ് നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ലഭിക്കുന്നത് എന്നുള്ള കാര്യം കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ചാർജ് മൈ പ്രൈസസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മൈ പ്രൈസസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ഓരോന്നിനും വരുന്ന റേറ്റ്. 1 ഇയറിന് റേറ്റ്, 2 ഇയറിനുള്ള റേറ്റ്, സിഗ്നേച്ചറിന്റെ റേറ്റ്, കോംബോയുടെ റേറ്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ക്ലാസ് 3യുടെ റേറ്റ്, ക്ലാസ് 2യുടെ റേറ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായി കാണാൻ പറ്റും. ഈ എമൗണ്ട് ആണ് നിങ്ങളുടെ വാലറ്റിൽ നിന്ന്, ഇൻക്ലൂഡിംഗ് GST ആണ്, ഈ എമൗണ്ട് ആണ് നിങ്ങളുടെ വാലറ്റിൽ നിന്നും പോകുന്നത്. ഇനി ഈ പോർട്ടലിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ സിസ്റ്റം ആണ്. അതായത് നിങ്ങൾക്ക് 3 രീതിയിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിന് അപേക്ഷിക്കാനുള്ള സൗകര്യം ഇതിനകത്ത്, ഈ പോർട്ടലിനകത്ത് ഉണ്ട്. ആദ്യമായി ബയോമെട്രിക് ഡിവൈസ് ഓപ്ഷൻ, രണ്ടാമതായി OTP ഓപ്ഷൻ, ആധാർ OTP ഓപ്ഷൻ, മൂന്നാമതായി ട്രഡീഷണൽ ഫോം ഫിൽ ചെയ്തുകൊണ്ടുള്ള അപേക്ഷ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം ബയോമെട്രിക് അപേക്ഷയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ 5-10 മിനിറ്റുകൾക്കകം തന്നെ ഒരു ഡോക്യുമെന്റേഷൻ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ അപ്രൂവ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് സമയം മതി. കസ്റ്റമറുടെ ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാം. അതിനായി നിങ്ങൾ ഡിജിറ്റൽ സിഗ്നേച്ചർ അതിനായി നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഫിംഗർ പ്രിന്റ് ഡിവൈസ് ആണ്. ബയോമെട്രിക് ഡിവൈസ് വാങ്ങിക്കേണ്ടതാണ്. അത് കുറച്ച് കോസ്റ്റ്ലി ആയത് മാത്രമാണ് ഇതിനുള്ളൊരു പോരായ്മ ഉള്ളത്. അതിനായി നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ കോമ്പാറ്റബിൾ ആണ് അതിന്റെ ഡ്രൈവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മന്ത്ര ഡിവൈസ് പറ്റും. അതുപോലെ തന്നെ ഇത് എക്സിസ്റ്റിംഗ്ലി പല കേന്ദ്രങ്ങളിലും നിലവിലുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലും CSCയിലും സുവിധയിലെല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ നിലവിൽ പല കാര്യങ്ങൾക്കും വാങ്ങിച്ചിട്ടുണ്ടാവും. മോർഫോ നിങ്ങൾക്ക് ഉപയോഗിക്കാം, മന്ത്ര ഉപയോഗിക്കാം, സ്റ്റാർട്ടപ്പ് ഉപയോഗിക്കാം, ഹംസ്റ്റർ എന്നുള്ള ഡിവൈസ് കൂടി ഉപയോഗിക്കാം. ഈ 3 ഡിവൈസിന്റെ RD അതുപോലെ തന്നെ ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ദെൻ നിങ്ങൾ നിർബന്ധമായി ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്യാഷ് സൊല്യൂഷൻ എന്നുള്ള സോഫ്റ്റ്വെയർ. ഈ ക്യാഷ് സൊല്യൂഷൻ എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്
ഈ പോർട്ടലിൽ ബയോമെട്രിക് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ DSC ഡൗൺലോഡ് ചെയ്യാനും കഴിയുള്ളൂ. കാഷ് സൊല്യൂഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ വിൻഡോയുടെ ഏറ്റവും താഴെയായി നമ്മുടെ ഇവിടെയാണ് വരിക കാഷ് സൊല്യൂഷൻ. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ സ്റ്റാർട്ട് സെർവർ, ഇത് സ്റ്റോപ്പ് സെർവർ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കണം നമുക്ക് എപ്പോഴും കാണേണ്ടത്. സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ ഡൗൺലോഡ് DSC നിങ്ങൾക്ക് ഓപ്ഷൻ ഇവിടെയുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം ഡീറ്റെയിൽസ്. ദെൻ നമുക്കൊരു ആപ്ലിക്കേഷൻ ചെയ്യാനാണെങ്കിൽ ആദ്യമായി നമ്മൾ സോഫ്റ്റ്വെയർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് മന്ത്ര ഡിവൈസ് ആണ്. വളരെ ഈസിയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാനും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റിയ ബ്രൗസർ എഡ്ജ് ബ്രൗസർ ആണ്. വിൻഡോസ് 10 ആണെങ്കിൽ എഡ്ജ് ബ്രൗസർ ആണ് ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. മറ്റ് ബ്രൗസറുകളിലൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു വിൻഡോസ് 10 അതിനേക്കാളും ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് എഡ്ജ് ബ്രൗസർ ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റ് എക്സ്പ്ലോററിലും അത്ര സപ്പോർട്ടീവ് ആയിട്ട് കാണുന്നില്ല. ബയോമെട്രിക്കിന്റെ കേസ് മാത്രമാണ് പറഞ്ഞത്, മറ്റെല്ലാം എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ആവുന്നുണ്ട്. ബയോമെട്രിക് ഡിറ്റക്ട് ചെയ്യാനുള്ള ഇഷ്യൂ മാത്രമാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ബയോമെട്രിക് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ 4 ഡിവൈസുകൾ ഇതിലുണ്ട്. ഹാംസ്റ്റർ ഉണ്ട്, മോർഫോ ഉണ്ട്, സ്റ്റാർട്ടക് ഉണ്ട്, മന്ത്ര ഉണ്ട്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് മന്ത്ര ഡിവൈസ് ആണ്. മന്ത്ര ഡിവൈസ് RD ആക്ടിവേറ്റഡ് ആയിരിക്കണം. അത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മന്ത്രയുടെ പേജിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ നമ്മുടെ ആധാർ നമ്പർ നമ്മളിവിടെ കൊടുക്കേണ്ടതാണ്. ആധാർ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഫിംഗർ വെക്കുകയാണ്. ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ലോഗിൻ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ടിക്ക് ബോക്സ് ടിക്ക് ചെയ്യുക, സ്കാൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം കസ്റ്റമറുടെ ഫിംഗർ ഡിവൈസിൽ വെക്കുക എന്നുള്ളതാണ്. ഡിവൈസിൽ നമ്മൾ വിരൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ലൈഡർ മൂവ് ചെയ്യുകയും നെക്സ്റ്റ് ബട്ടൺ അപ്പിയർ ആവുകയും ചെയ്യും. നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ eKYC പേജിലേക്കാണ് പോകുന്നത്. കസ്റ്റമറുടെ എല്ലാ വിവരങ്ങളും അതിനകത്ത് വരും. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് ബയോ ഓർഡറിന്റെ ഓപ്ഷനാണ്. ബയോ ഓർഡർ എന്നാണ് അതിന് പറയുക. കാരണം ഡിജിറ്റലി അതുപോലെ ബയോമെട്രിക് ഡിവൈസ് വെച്ചിട്ടായതുകൊണ്ടാണ് ബയോ ഓർഡർ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാം. ക്ലാസ് 2 വേണോ, ക്ലാസ് 3 വേണോ എന്നുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ഇമെയിൽ, മൊബൈൽ നമ്പർ, പാൻ നമ്പർ നിർബന്ധമായും കൊടുക്കുക. കാരണം ഇൻകം ടാക്സ് യൂസിന് ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കണമെങ്കിൽ പാൻ നമ്പർ നിർബന്ധമാണ്. അതുകൊണ്ട് പാൻ നമ്പർ കഴിയുന്നതും നിർബന്ധമായി കൊടുക്കുക. ദെൻ ഡൗൺലോഡ് കീ എന്നുള്ളിടത്ത് നിങ്ങൾ ഈ കീ ഡൗൺലോഡ് ചെയ്യാനുള്ള, അതായത് DSC ഡൗൺലോഡ് ചെയ്യാനുള്ള പാസ്വേഡ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കുക. അത് ഓർമ്മിച്ച് വെക്കുകയും ചെയ്യണം. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് OTP മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ഓർത്ത് വെക്കുക. കമ്പനി നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ടൈറ്റിലായിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഷോ സെല്ലിംഗ് പ്രൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ വിൽക്കേണ്ട പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കാണാം. അതിനുള്ള ഓപ്ഷനാണ്. അതിനുശേഷം അക്സെപ്റ്റ് ടേംസ് ആൻഡ് സർവീസ് ആൻഡ് മേക്ക് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാലറ്റിൽ നിന്ന്, ഇതിനകത്ത് നമ്മൾ കണ്ടല്ലോ 500 രൂപ ഉണ്ടായിരുന്നു, ആ വാലറ്റിൽ നിന്ന് ക്യാഷ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഡക്റ്റ് ആയിട്ട് പോകുന്നതാണ്. ഒരു 10 മിനിറ്റിനകം തന്നെ നിങ്ങളുടെ DSC അപ്രൂവ് ആവുകയും നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, DSC ഒരു 10 മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ബയോമെട്രിക്. അപ്പോൾ ഇതിന്റെ ഫിംഗർ പ്രിന്റിന്റെ കുറച്ച് റേറ്റ് ഉണ്ടെന്നുള്ളൂ, എന്നാലും കസ്റ്റമറെ പെട്ടെന്ന് വിടാനും കൂടുതൽ കസ്റ്റമർ വരാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് OTP സിസ്റ്റം വഴി നമുക്ക് ചെയ്യാം. ഇത് ആധാറുമായി കണക്ട് ചെയ്ത മൊബൈലിലേക്ക് OTP വരികയും അതിനനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷനുമാണ് ഇതിൽ വരുന്നത്. ഇത് ഇൻസ്റ്റന്റ് അല്ല, മീൻസ് അതായത് നമ്മുടെ ബയോമെട്രിക് സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ കിട്ടിയിരുന്നു. പക്ഷെ ആധാർ OTP സിസ്റ്റത്തിൽ വീഡിയോ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള മറ്റു കുറച്ച് വർക്കുകൾ കൂടി വരുന്നുണ്ട്. അതിലേക്ക് പോവാം. നമ്മൾ ആധാർ നമ്പർ കൊടുക്കുക. അതിനുശേഷം OTP കിട്ടാൻ വേണ്ടി ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഇതിന്റെ OTP എന്ത് ചെയ്യും, സെൻഡ് ചെയ്യപ്പെടും. ആ OTP നമ്പർ നമ്മൾ ഇത് താഴെ ഒരു ബോക്സ് ഇപ്പോൾ വരും, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ ചെക്ക് ചെയ്യുക. മൊബൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന OTP മെസ്സേജ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ OTP എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുൻപ് നമ്മൾ
ബയോമെട്രിക് authentication ചെയ്ത സമയത്ത് ലഭിച്ച പോലെ തന്നെയുള്ള ഒരു പേജിലേക്ക് തന്നെയാണ് വീണ്ടും പോവുക. വീണ്ടും നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് ആദ്യം ലഭിച്ച അതേപോലെയുള്ള പേജിലേക്ക് തന്നെയാണ് പോവുക. ശ്രദ്ധിക്കുക. നോക്കുക, സെയിം പേജിലേക്ക് തന്നെ നമ്മൾ ഇമെയിൽ ID അതുപോലെ തന്നെ DSC മാറ്റണമെന്നുണ്ടെങ്കിൽ 3 ഇയർ ആക്കണമെങ്കിലോ 1 ഇയർ ആക്കണമെങ്കിലോ ഒക്കെ നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നേരെ നമ്മൾ സെയിം പ്രൊസീജിയർ ആദ്യം ചെയ്ത അതേപോലെ തന്നെ നമ്മൾ താഴോട്ട് വന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം മേക്ക് പേയ്മെന്റ് SD പാർട്ണർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ നിന്ന് ഈ ക്യാഷ് ഡിഡക്റ്റ് ആവുകയും ചെയ്യും. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് ഡയറക്റ്റ് ഡൗൺലോഡ് അല്ല. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് നിങ്ങൾക്ക് വ്യൂ ഓർഡേഴ്സിൽ പോയിട്ട് നിങ്ങളുടെ ഓർഡർ വ്യൂ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്ത ഓർഡർ വ്യൂ ചെയ്യുക. അതിനൊരു ഓർഡർ നമ്പറും അവിടെ വന്നിട്ടുണ്ടാവും. ഈ ഓർഡർ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഈ ഓർഡർ നമ്പർ വെച്ചിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ അപ്രൂവലും കാര്യങ്ങളും ഒക്കെ വരുന്നത്. വ്യൂ ഓർഡേഴ്സിൽ പോയതിനു ശേഷം ഗോ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ അവിടെ ലോഡായി വരും. ഇതിനിവിടെ ഓർഡർ ID കാണാം. ഈ ഓർഡർ ID പ്രകാരമാണ് നമ്മുടെ അപ്രൂവൽ നടക്കുന്നത്. ഈ ഓർഡർ IDയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കസ്റ്റമറെ സംബന്ധിച്ച എല്ലാ ഡീറ്റെയിൽസും അവിടെ വരും. അതിന്റെ പ്രൊസീജിയർ എന്തായി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഈ ഓർഡർ ID ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് നൽകും. ഈ ഓർഡർ ID നിങ്ങൾ ഈ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുക. അപ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു അപ്രൂവൽ വരും. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ വെരിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു ലിങ്ക് കസ്റ്റമറുടെ മൊബൈലിലേക്കും അതുപോലെ മെയിലിലേക്കും പോകും. അതിനുശേഷം മൊബൈലിൽ കാപ്രിക്കോൺ കസ്റ്റമർ സപ്പോർട്ട് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അത് ആ ലിങ്കിൽ തന്നെ ഉണ്ടാവും. വന്ന ലിങ്കിൽ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം കസ്റ്റമർ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ്. വീഡിയോ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് റെഡി ടു ഡൗൺലോഡ് ആണ് വരുന്നത്. നിങ്ങളുടെ DSC ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ അതിന്റെ പേപ്പറോ കാര്യങ്ങളോ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ആധാർ KYC സിസ്റ്റം ആയതിനാൽ. അപ്പോൾ അതിനും ഒരു ഏകദേശം ഒരു അരമണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ടീം ചെയ്തു തരുന്നതാണ്. ഓതറൈസേഷൻ അപ്രൂവലും കാര്യങ്ങളൊക്കെ അരമണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്തു തരാവുന്നതാണ്. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ഞങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. ഇനി അടുത്തതായി വരുന്ന ട്രഡീഷണൽ ആണ്. ട്രഡീഷണൽ സിസ്റ്റം പ്രകാരം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഈ ആധാറിന്റെ മൊബൈലും കണക്ട് ചെയ്യാത്ത ആളുകൾ, അങ്ങനത്തെ സാധാരണ ആളുകൾ വരുന്ന കേസിൽ ഗൾഫ് മലയാളികൾ, ഇവർക്കൊക്കെ ആധാർ ഉണ്ടാവാത്ത ആളുകൾ, ഇവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനായി നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. അതിനുശേഷം സെയിം നമ്മള് മേക്ക് പേയ്മെന്റ് ആസ് SD പാർട്ണർ എന്നുള്ള സിസ്റ്റം വഴി നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിന്റ് ഔട്ട് ലഭിക്കും. ഈ പ്രിന്റ് ഔട്ടിൽ ഫോട്ടോ ഒട്ടിക്കുക. അതുപോലെ തന്നെ ആധാർ ഉണ്ടെങ്കിൽ ആധാറിന്റെ കോപ്പി, അതുപോലെ തന്നെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡിന്റെ കോപ്പി, മറ്റേതെങ്കിലും ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പി വെച്ചിട്ട് ഞങ്ങൾക്ക് മെയിൽ ചെയ്ത് തരേണ്ടതാണ്. മെയിൽ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഒരു 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ അപ്രൂവൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ഇതിന്റെ ഈ സിസ്റ്റം വരുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ഈ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ആധാറും ലിങ്ക് ആവാത്ത ആളുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ സിസ്റ്റം യൂസ് ചെയ്യാവുന്നതാണ്. ഇതുവഴി നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് DSC ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ കാപ്രിക്കോൺ ക്യാഷ് എന്നുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ റണ്ണിംഗ് പോർട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് DSC എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞതിന്റെ റെഡി ടു ഡൗൺലോഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡർ ID ഇവിടെ കൊടുക്കുക, പോസ്റ്റൽ കോഡ് ഇവിടെ കൊടുക്കുക, നിങ്ങൾ കൊടുത്ത ഓതറൈസേഷൻ കീ അത് നിങ്ങളുടെ മൊബൈലിൽ SMS ആയി വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസ്കി ടോക്കണോ അല്ലെങ്കിൽ ഇപാസ് ടോക്കണോ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാപ്രിക്കോൺ വളരെ നൂലാമാലകൾ മറ്റ് ഒരുപാട് പോർട്ടലുകൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് DSC ആയിട്ട് ബന്ധപ്പെട്ട്. ഒരു നൂലാമാലകളും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, DSC ഡൗൺലോഡ് ചെയ്യാം. അതും മറ്റ് പോർട്ടലുകളിൽ ലഭിക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ ചാർജിലുമാണ് നമുക്ക് ഇതിനകത്ത് സിഗ്നേച്ചർ അവൈലബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വ്യൂ ഓർഡേഴ്സ് നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ ചെയ്ത ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ പേയ്മെന്റിന് നിങ്ങൾക്ക്
അതായത് നിങ്ങൾക്ക് സ്റ്റോക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങളുടെ വാലറ്റിലേക്ക് ക്യാഷ് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏസ് നെക്സസ് പോർട്ടലിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പോർട്ടൽ ഓർഡർ ചെയ്യാം. അപ്പൊ എനിവേ നിങ്ങൾ നല്ലൊരു ബിസിനസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളുടെ പോർട്ടലിനെ ഒന്നുകൂടി നിങ്ങൾ വിശദമായി കാണുക, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. എന്തായാലും നല്ലൊരു ആശംസ.